नमस्ते बच्चों, सभी को मेरे हिंदी क्लास में स्वागत है। इन दिस सेशन वी विल बी डूइंग द फर्स्ट चैप्टर ऑफ क्लास 6 वह चिड़िया जो फ्रॉम द बुक बसंत भाग 1। इफ यू आर वाचिंग माय वीडियो फॉर द फर्स्ट टाइम, डोंट फॉरगेट टू सब्सक्राइब माय चैनल, ऑल्सो प्रेस द बेल बटन ഫോർ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ. നമ്മൾക്കപ്പോൾ ആദ്യത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇതൊരു കവിതയാണ്. കവിതയുടെ പേരാണ് വ चिड़िया जो. इस कविता की रचना श्री केदारनाथ अग्रवाल जी ने की है. ഈ കവിതയുടെ രചന ആരാണ് ചെയ്തിട്ടുള്ളത്? ശ്രീ കേദാർനാഥ് അഗർവാൾ. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫ് നമ്മൾക്കൊന്ന് നോക്കാം. വ चिड़िया जो चोंच मारकर दूध भरे झुंडे के दाने रुचि से रस से खा लेती है वह छोटी संतोषी चिड़िया. नीले पंख वाली मैं हूँ, മുझे അന്ന സെ ബഹുത് പ്യാർ ഹെ. എന്താണ് ചിടിയ പറയുന്നത്? ചിടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷി. ചെറിയൊരു പക്ഷിയെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിത. വ ചിടിയ ജോ ചോഞ്ച് മാർക്കർ. ചോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊക്കാണ്, പറഞ്ഞാൽ ബീക്ക്. അതുകൊണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ പക്ഷികൾ എന്താ ചെയ്യുക? ഈ ചെറിയ അവരുടെ കൊക്ക് വെച്ചിട്ട് ഇങ്ങനെ കൊത്തില്ലേ? അപ്പം അതാണ് ചോഞ്ച് മാർന്ന എന്ന് പറഞ്ഞാൽ ആ ചെറിയ ബീക്ക് വെച്ചിട്ട് അവരിങ്ങനെ കൊത്തുക. ദൂത് ബറെ ജുണ്ടി കെ ധാന്യം. ജുണ്ടി എന്ന് പറയുന്നത് ചോളം, പറഞ്ഞാൽ ബാജ്ര അല്ലെങ്കിൽ മില്ലറ്റ്, മലയാളത്തിൽ ചോളം എന്ന് പറയും. ദൂത് ബറെ എന്ന് പറയുന്നത് ശരിക്കും അത് ആയിട്ടില്ല, ശരിക്കും പാകാവാത്ത ധാന്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ധാന്യം നമ്മൾ ടച്ച് ചെയ്യുമ്പം ശരിക്കും പാകാവാത്തത് നിങ്ങളിങ്ങനെ ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്താൽ അതിൽ നിന്ന് ഇങ്ങനെ പാല് പോലത്തെ എന്തോ പുറത്തേക്ക് വരും. അതാണ് ഈ ദൂത് ഭരെ ജുണ്ടിക്ക് ദാനെ എന്നവർ ഉദ്ദേശിക്കുന്നത്. രുചി സെ രസെ ഖാ ലേത്തി ഹെ. നല്ല രുചി എന്ന് പറഞ്ഞാൽ നല്ല രസത്തിലും നല്ല ഇഷ്ടത്തിലും ആ കുഞ്ഞി ചിടിയ അത് കഴിക്കും. ആർക്ക് ഈ പാകാവാത്ത ധാന്യങ്ങൾ കിട്ടുകയാണെങ്കിൽ നല്ല സന്തോഷത്തിലും നല്ല രുചിയോടു കൂടിയും ആള് ചിടിയ കഴിക്കും. വോ ഛോട്ടി സന്തോഷി ചിടിയ. കുറച്ച് കിട്ടിയാൽ പോലും ആ ചിടിയ, ആ ഒരു പക്ഷി വളരെയധികം സന്തോഷത്തോടെ കൂടി കഴിക്കും എന്നാണ് പറയുന്നത്. സന്തോഷി എന്ന് പറഞ്ഞാൽ സന്തോഷം, ഖുഷ്. നീലെ പങ്ക് വാലി മേഹു. നീല എന്ന് പറയുന്നത് നീല, ബ്ലൂ കളറാണ്. എൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക്, നീല ചിറകുള്ള ഒരു പക്ഷിയാണ് ഞാൻ. മുझे അന്ന സെ ബഹുത് പ്യാർ ഹെ. എനിക്ക് ധാന്യം വളരെയധികം ഇഷ്ടമാണ് എന്നാണ് ഈ ആദ്യത്തെ വരികളിൽ പറയുന്നത്. അപ്പം എന്താണ് ചിടിയയ്ക്ക് ഇഷ്ടം? ആദ്യം തീരെ പാകമാവാത്ത ധാന്യങ്ങളാണ് പക്ഷിക്ക് ഇഷ്ടം. പിന്നെ ആൾക്ക് നല്ല രസത്തോടു കൂടി അത് കഴിക്കും. കുറച്ച് കിട്ടിയാൽ പോലും ആള് സന്തുഷ്ടയാണ്, അതായത് ഹാപ്പിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ മനുഷ്യന്മാരും ആ ഒരു ചെറിയൊരു പക്ഷിയെ പോലെ ആകണം. നമ്മൾക്ക് കിട്ടുന്നതിൽ നമ്മൾ സന്തോഷിക്കണം, അത്യാഗ്രഹം പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് നമ്മൾക്ക് കിട്ടുന്നത്? കുറച്ചായാലും ആ കുറച്ച് കിട്ടുന്നതിൽ നമ്മൾ വളരെയധികം സന്തോഷമായി ഇരിക്കണം എന്നാണ് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത പാരഗ്രാഫ് നമുക്ക് നോക്കാം. വ चिड़िया जो कंठ खोलकर बूढ़े वन बाबा की खातिर रस उड़ेलकर गा लेती है वह छोटी मुँह बोली चिड़िया नीले पंख वाली मैं हूँ मुझे विजन से बहुत प्यार है. അടുത്ത പാരഗ്രാഫിൽ എന്താണ് ചിടിയ ചെയ്യുന്നത്? വ ചിടിയ ജോ കണ്ഠ് ഖോൽക്കർ. കണ്ഠ് എന്ന് പറഞ്ഞാൽ തൊണ്ടയാണ്, അത് നല്ല തുറന്ന ശബ്ദത്തിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൂഢെ വൻ ബാബ കെ ഖാത്തിർ. ആർക്ക് വേണ്ടിയിട്ട്? ബൂഢ വൻ ബാബ. വൻ ബാബ എന്ന് പറയുന്നത് വനത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. ബൂഢ എന്ന് പറഞ്ഞാൽ വയസ്സായത്. അപ്പം അതിൽ ഉദ്ദേശിക്കുന്നത് കുറേ പഴയ വനമാണത്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ഉള്ളൊരു കാലങ്ങളായിട്ടുള്ളൊരു വനം. അപ്പം ആ ഒരു ബൂഢെ ബാബയിലേക്ക് വേണ്ടിയിട്ട് ആൾ തൊണ്ട തുറന്നിട്ട് നല്ല ശബ്ദത്തോട്, മധുരമായ ശബ്ദത്തിൽ നല്ല സന്തോഷത്തിൽ പാടുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ ആ ബൂഢ വൻബാബയ്ക്ക് വേണ്ടിയിട്ട്. രസ് ഉഡേൽക്കർ എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടി പാടുന്നു എന്നാണ് ആ വരി അവിടെ ഉദ്ദേശിക്കുന്നത്. വ ചോട്ടി മുബോലി ചിടിയ. മുബോലി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും പ്രിയങ്കരിയായ, എല്ലാവർക്കും പ്രിയപ്പെട്ട ആ കുഞ്ഞി ചിടിയ പക്ഷി. നീലെ പങ്ക് വാലി മേ ഹൂം. ആരാണ് ഞാൻ? നീല ചിറകുള്ള ഒരു പക്ഷിയാണ് ഞാൻ. മുझे വിജൻ സെ ബഹുത് പ്യാർ ഹെ.
വിജൻ ഇന്ന് രണ്ട് മീനിങ് ഉണ്ട്. വിജൻ ഇതിൽ ഉദ്ദേശിക്കുന്നത് ആദ്യം വനമാണ്, ഈ വനം. അപ്പോൾ ആൾക്കാരോടാണ് കുറേ സ്നേഹം, വനം. പക്ഷേ അതിന് നമുക്ക് ഒരു അർത്ഥം കൂടിയും പറയാം, ഏകാന്തത. കാരണം നമ്മളിപ്പോൾ വലിയ ടൗണിലോ സിറ്റിയിലോ പോകുമ്പോൾ എന്താണ്, ഭയങ്കര ശബ്ദം, ഭയങ്കര ഫാസ്റ്റ് ലൈഫല്ലേ അവിടെ. പക്ഷെ അങ്ങനെ ഒരു വനത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ശാന്തമായൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ചിടിയയ്ക്ക് എന്താണ് ഇഷ്ടം, അവിടുത്തെ ഏകാന്തതയും ആ പഴയ വനവും ആണ് ചിടിയയ്ക്ക് ഇവിടെ ഇഷ്ടം. അപ്പോൾ ഇതിന് എന്താണ് മനസ്സിലാകുന്നത്, ചിടിയ നല്ല സന്തോഷത്തോടു കൂടി ആ പഴയ വനത്തിന് വേണ്ടിയിട്ട് നല്ല മധുരമായ പാട്ട് പാടിക്കൊടുക്കും. പിന്നെ ആള് എല്ലാവർക്കും ഭയങ്കര പ്രിയങ്കരിയാണ്. ആൾക്ക് വനം അല്ലെങ്കിൽ ഏകാന്തത വളരെയധികം ഇഷ്ടമാണ് എന്നാണ് അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ കവി എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾക്ക് തരുന്ന സന്ദേശം എന്താണ്, നമ്മളും ആ ചിടിയെ പോലെ മധുരമായി സംസാരിക്കണം. എല്ലാവരോടും ആ മധുരമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ദേഷ്യമോ മറ്റൊരോടും മുഷിഞ്ഞ രീതിയിൽ സംസാരിക്കരുത്. ദേഷ്യം മനസ്സിൽ വെക്കാണ്ട് എല്ലാവരോടും സന്തോഷമായും സ്നേഹമായും പെരുമാറണം എന്നാണ് ഈ പാരഗ്രാഫിൽ തരുന്ന സന്ദേശം. ഇതിലെ ലാസ്റ്റ് പാരഗ്രാഫ് നമ്മൾക്ക് നോക്കാം. वह चिड़िया जो चोंच मारकर चढ़ी नदी का दिल टटोलकर जल का मोती ले जाती है, वह छोटी गर्बीली चिड़िया, नीले पंख वाली मैं हूँ, मुझे नदी से बहुत प्यार है. എന്താണ് അപ്പോൾ ചിടിയ ഇവിടെ പറയുന്നത്, വ ചിടിയ ജോ ചോഞ്ച് മാർക്കർ. ചോഞ്ച് മാർക്കർ നമ്മൾ പഠിച്ചതല്ലേ, അവരുടെ കൊക്ക് ബീക്ക് വെച്ചിട്ട് കൊത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ് അത് ചെയ്യുന്നത്, ചെടി നദിക്ക് ദിൽ ടട്ടോൾക്കർ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവൻ അപകടത്തിലിട്ടിട്ട് അത്രയും ഒഴുക്കുള്ള നദിയുടെ നടുവിൽ, ശരിക്കും പറഞ്ഞാൽ ഈ കൊടുങ്കാറ്റൊക്കെ വരുമ്പോൾ ആ നദിയുടെ ഒരു കണ്ടിട്ടില്ലേ, ഭയങ്കര ദേഷ്യത്തിൽ അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിലാവും, ഒഴുക്ക് ഭയങ്കര ഒഴുക്കാം. അങ്ങനത്തെ നദിയുടെ നടുക്കിൽ പോയിട്ട് സ്വന്തം ജീവൻ അപകടത്തിലിട്ടിട്ട് ജൽക്ക മോത്തിയിലെയാത്തി, വെള്ളത്തിൻ്റെ ഒരു ഡ്രോപ്പ്, ഒരു തുള്ളി ആ നടുക്കിൽ നിന്ന്, നദിയുടെ നടുക്കിൽ നിന്ന് കൊണ്ട് വരും എന്നാണ് പറയുന്നത്. വ ചൂട്ടി ഗർബീലി ചിടിയ എന്ന് പറഞ്ഞാൽ ആ ചിടിയയ്ക്ക്, ആ പക്ഷിക്ക് സ്വന്തം ആളിൽ തന്നെ അഭിമാനമുണ്ട്. എന്തുകൊണ്ടാണ് അഭിമാനിക്കുന്നത്, ആള് ഭയങ്കര ധൈര്യമുള്ളതാണ് അല്ലേ, തീരെ പേടിയില്ല, നിർഭയ ധൈര്യമാണ്, ഭയങ്കര കറേജിയസ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. അല്ലെങ്കിൽ ഇത്ര ഒരു ചെറിയ ചിടിയ ഇതിൻ്റെ ഇടയിൽ പോകുകയാണെങ്കിൽ പിന്നെ തിരിച്ച് ബാക്കി വരില്ലല്ലോ. അപ്പോൾ ഭയങ്കര നിർഭയ അല്ലെങ്കിൽ ധൈര്യമുള്ളത് എന്ന് പറയാം. നീലെ പങ്ക് വാലി മേഹും, എന്താണ് എൻ്റെ പങ്ക് എന്ന് പറഞ്ഞാൽ ചിറകിൻ്റെ നിറം ബ്ലൂ ആണ് എന്ന് പറഞ്ഞാൽ നീല ചിറകുള്ളൊരു പക്ഷിയാണ് ഞാൻ. മുझे നദി സേ ബഹുത് പ്യാർ ഹൈ, എനിക്ക് ആരോടാണ് സ്നേഹം, നദിയോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട്. നദി, അതിനോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്, ചിടിയ ഭയങ്കര ധൈര്യമുള്ളതാണ്, തീരെ പേടിയില്ലാത്തൊരു പക്ഷിയാണ്. ആള് സ്വന്തം ജീവൻ പണയപ്പെടുത്തി, അല്ലെങ്കിൽ ശരിക്കും ജീവൻ പണയപ്പെടുത്തിയിട്ട് അവിടുന്ന് പോയിട്ട് നല്ല ഒഴുക്കുള്ള നദിയുടെ ഇടയിൽ നിന്നും ഒരു തുള്ളി വെള്ളം കൊണ്ടുവരുന്നു. ആൾക്ക് അതിൽ നല്ല അഭിമാനം തോന്നുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ കവി നമ്മൾക്ക് തരുന്ന സന്ദേശം എന്താണ്, നമ്മളും ഒരു കാര്യം ചെയ്യുന്നത് പേടിക്കാൻ പാടില്ല, നമ്മൾക്ക് ധൈര്യം ഉണ്ടാവണം, നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടാകണം. നമ്മൾ ഒരിക്കലും പേടിച്ച് ആ കാര്യം ചെയ്യാണ്ടിരിക്കരുത്. ആ കുഞ്ഞിയ പക്ഷിയെ പോലെ നമ്മളും നല്ല ധൈര്യത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ചെയ്താൽ ആ കാര്യം എന്തായാലും തീർച്ചയായും നടക്കും എന്നാണ്. പാട്ട് കെ ബാരെ മേ, ഇത് നമ്മൾ പഠിച്ച കവിതേനെ പറ്റി ഇപ്പോൾ പഠിച്ചതൊക്കെ തന്നെയാണ് അവരിതിൽ പറയുന്നത്. നമ്മൾക്കൊന്ന് വായിച്ചു നോക്കാം. कवि ने बताया है कि उसके स्वभाव में नीले पंख वाली एक छोटी चिड़िया है. वह संतोषी है, अन्न से बहुत प्यार करती है. वह अपनेपन के साथ कंठ खोलकर पुराने घने वन में बेरोक गाती है. मुँह बोली है, एकांत में भी उमंग से रहती है. वह उफनती नदी के विषय में जानकर भी जल की मोती सी बूंदों को चोंच में भर लाती है. उसे स्वयं पर गर्व है. वह साहसी है. उसे नदी से लगाव है. कवि ने अपने भीतर की काल्पनिक चिड़िया के माध्यम से मनुष्य के महत्वपूर्ण गुणों को उजागर किया है.
അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? ആക്ച്വലി ഇത് കവിയുടെ ഒരു കൽപ്പനയാണ്. ആ ഒരു പക്ഷി ഒരു ആളുടെ കൽപ്പനയിൽ വന്നിട്ടുള്ളൊരു പക്ഷിയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ആ പക്ഷി വളരെയധികം സന്തോഷപൂർവ്വമായൊരു എപ്പോഴും സന്തോഷവതിയായിരിക്കുന്നതാണ്. ധാന്യം വളരെയധികം ഇഷ്ടമാണ്. അന്നസെ ബഹുത് പ്യാർ കർത്തി എന്ന് പറഞ്ഞാൽ ധാന്യം വളരെയധികം ഇഷ്ടമാണ്. വ അപ്നെ പൻ കെ സാത്ത് കണ്ട് ഖോൽക്കർ പുരാനെ ഘനെ വൻ മേ ബേരോഗ് ഗാത്തി ഹെ. തൊണ്ട തുറന്ന് നല്ല ഓപ്പൺ വോയിസിൽ എന്താണ് ആ പഴയ വനത്തിൽ, പുരാന ഘനെ ജംഗൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഡെൻസ് ഫോറസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. ഖോൽക്കർ അവിടെ എപ്പോഴും പാടിക്കൊണ്ട്, ബേരോഗ് എന്ന് പറഞ്ഞാൽ നിർത്താണ്ട് പാടിക്കൊണ്ട് ഇരിക്കും. ബൂബോലി ഹെ എന്നാൽ എല്ലാവർക്കും പ്രിയങ്കരിയാണ്. ഏകാന്ത് മേ ബി ഉമംഗ് സെ രഹത്തെ, ഏകാന്തതയിലും സന്തോഷമായി ജീവിക്കും എന്നാണ് പറയുന്നത്. വ ഉഫന്തി നദി കെ വിഷയ മേ ജാൻകർ ഭി ജൽ കി മോത്തി സി ബൂന്തോं के ചോൻ സെ ഭർ ലാത്തി ഹെ. ആ നദിയുടെ ഒഴുക്ക് അത്രയും ഭയങ്കര ഒഴുക്കുള്ള നദിയാണ്. അതിൽ ആളുടെ ജീവൻ പോലും പോവും എന്നറിഞ്ഞിട്ട് പോലും അതിൻ്റെ ഇടയിൽ നിന്ന്, നടുക്കിൽ നിന്ന് പോയിട്ട് അവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്തു കൊണ്ടുവരും. ഉസെ സ്വയം പർ ഗർവ് ഹെ, ആളിൽ തന്നെ ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നു. അപ്പോൾ സാഹസി ഹെ, ആൾ എന്താണ് പറയുന്നത്, നിർഭയ ആണ്. അതായത് ഭയങ്കര ധൈര്യമുള്ള ഒരു പക്ഷിയാണ്. ഉസെ നദി സെ ബഹുത് ലഗാവ് ഹെ, ആൾക്ക് നദിയോട് ഭയങ്കര അധികം അടുപ്പമാണ് എന്നാണ് പറയുന്നത്. ലഗാവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുപ്പം. कवि ने अपने भीतर की काल्पनिक चिड़िया के माध्यम से मनुष्य के ഗുണോ को ഉജാഗർ किया है. ആളുടെ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കൽപ്പനയാണ് ആ ചിടിയ. അപ്പോൾ അതിൽ എന്താണ് പറഞ്ഞത്? മനുഷ്യന്മാരുടെ ഗുണങ്ങളെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. ഇതൊക്കെ നമ്മൾ മനുഷ്യന്മാരിലുള്ള ഗുണങ്ങളാണല്ലോ, അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കവി. നമ്മൾക്കിനി ആക്ടിവിറ്റി ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്രശ്നാഭ്യാസം എന്താ നോക്കാം. കവിതാസെ, കവിത പഠിക്കർ तुम्हारे मन में चिड़िया का जो चित्र उभरता है उस चित्र को कागज पर बनाओ. ശരിക്കും അവർ പറയുന്നത്, നമ്മൾ ആ കവിത വായിച്ചിട്ട് നമ്മൾക്ക് ആ ചിടിയേൻ്റെ എല്ലാവരും മനസ്സിലൊരു ചിടിയേനെ പറ്റിയിട്ടൊരു ഇമേജ് വന്നിട്ടുണ്ടാവില്ലേ, ആ ചിടിയുടെ ഇമേജ് അതിൽ പകർത്താനാണ് പറയുന്നത്. ഇത് ഫസ്റ്റ് നിങ്ങളുടെ ഒരു സെൽഫ് ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ആണ്. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. तुम्हें कविता का कोई और शीर्षक देना हो तो क्या शीर्षक देना चाहोगे? उपयुक्त शीर्षक സോച്ച്കർ ലിഖോ. എന്നാൽ ഇപ്പോൾ ഈ കവിതയുടെ ടൈറ്റിൽ, അപ്പോൾ നിങ്ങളോട് പറയണ ഈ കവിതയുടെ ടൈറ്റിൽ നിങ്ങൾ എന്താ കൊടുക്കുക, എന്താണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്ത് ടൈറ്റിലാണ് ആ കവിതയ്ക്ക് കൊടുക്കുക, പേരെന്താ, കവിതയുടെ പേരെന്താ കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിതിന് ആൻസർ നോക്കാം. മേ ഇസ് കവിതാക്കോ ഛോട്ടി ചിടിയ, ഛോട്ടി ചിടിയ ചെറിയ ചിടിയനെ പറ്റിയിട്ടല്ലേ ആ പേര് കൊടുക്കാം. അല്ലെങ്കിൽ നൻഹി ചിടിയ, അതും ചോട്ടീൻ്റെ ഒരു പര്യായമാണ് നൻഹി, ചെറുത്. അല്ലെങ്കിൽ നീലെ പങ്ക് വാലി ചിടിയ, എന്താണ് നല്ല ബ്ലൂ കളറുള്ള ചിറകുള്ള ചിടിയല്ലേ, നീലെ പങ്ക് വാലി ചിടിയ. ശീർഷക് ദിനാ ചാഹുങ്കി, ഇതിന് ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്താൽ മതി. ഞാൻ 3 തന്നിട്ടുണ്ട് എന്നുള്ളൂ, നിങ്ങൾക്ക് അതിന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഏതൊക്കെയാ? മേസ് കവിതാക്കോ ഛോട്ടി ചിടിയ, നൻഹി ചിടിയ, നീലെ പങ്ക് വാലി ചിടിയ, ശീർഷക് ദിനാ ചാഹുങ്കി. അടുത്ത ചോദ്യം. इस कविता के आधार पर बताओ कि चिड़िया को किन किन चीज़ों से प्यार है. ഈ കവിത ഇപ്പോൾ നമ്മൾ വായിച്ചു നോക്കി, പഠിച്ചു. അതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? എന്തൊക്കെയാണ് ഇതിൽ ആ പക്ഷിക്ക് ഇഷ്ടമുള്ള കാര്യം? എന്തൊക്കെ ഇഷ്ടം? ചിടിയാക്കോ കച്ചേദാനെ, അതിനാൽ ആ ശരിക്കും പാകമാവാത്ത ധാന്യങ്ങൾ, ജംഗൽ മേ ഗാന വനത്തിൽ പാടാൻ, और नदी के ठंडे पानी पीने से, ആ നദിയുടെ തണുത്ത വെള്ളം കുടിക്കാൻ. അതിനോടൊക്കെയാണ് പക്ഷിക്ക് ഇഷ്ടം. എന്തൊക്കെ ഇഷ്ടം? ചിടിയാക്കോ കച്ചേദാനെ, ജംഗൽ മേ ഗാന, और നദി കെ ठंडे पानी पीने से प्यार है. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആശയ് സ്പഷ്ട കരോ. ഒരു ലൈൻസ് തന്നിട്ടുണ്ട്, അതിൻ്റെ മീനിങ് പറയാനാണ് പറയുന്നത്. രസ് ഉഡേൽക്കർ ഗാലേത്തി, എന്താണ് ആ ഒരു ലൈനിൻ്റെ അർത്ഥം? इस पंक्ति का यह आशय है कि चिड़िया अपने मधुर स्वर से बहुत खुश होकर गाती है. ऐसा लगता है उसकी रस भरी आवाज से पूरा वन रसमय हो गया हो. എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ആ പക്ഷി മധുരമായ ശബ്ദത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, മധുരമായ ശബ്ദമുണ്ട് പക്ഷെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പാടുന്നത്. എന്താ അത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്? ആ ഒരു മധുരമായ ശബ്ദം കൊണ്ട് നമ്മുടെ വനം മുഴുവനും മധുരമായി, ഭയങ്കര
മധുരമായ ഒരു അന്തരീക്ഷമായി മാറി എന്നാണ് നമ്മൾക്ക് അതിൽ നിന്ന് ഫീൽ ചെയ്യുന്നത് ആ പാട്ട് കേട്ടിട്ട്. അടുത്തത് എന്താ? चढ़ी नदी का दिल टटोल कर जल का मोती ले आती. इस पंक्ति का ये आशय है कि नन्ही चिड़िया उफनते हुए नदी के बीच में जाकर अपने चोंच में पानी भर के उसे पी लेती है. वह बहुत निडर है. എന്താണ് അപ്പോൾ അതിൻ്റെ അർത്ഥം? इस पंक्ति का यह आशय है कि नन्ही चिड़िया उफनते हुए नदी के बीच में जाकर अपने चोंच से पानी भर के उसे पी लेती. എന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞ് ചെറിയ ഒരു പക്ഷി എന്താണ് ആ ഒഴുക്കുള്ള നദിയുടെ നടുക്കിൽ നിന്ന് പോയിട്ട് ആളുടെ ബീക്കിൽ ചോഞ്ചിൽ അല്ലെങ്കിൽ കൊക്കിൽ പോയിട്ട് വെള്ളം നിറച്ചു കൊണ്ടുവന്ന് കുടിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ബോട്ട് നിഡർ ഹെ, ഭയങ്കര ധൈര്യശാലിയാണ്, പേടിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ വരികൾ. ഈ സെഷൻ ഇവിടെ തന്നെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷനിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ സെൻഡ് ചെയ്യാവുന്നതാണ്. ഞാൻ എന്തായാലും അത് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാകും. അപ്പോൾ ഇതുവരെ പഠിച്ച ഭാഗം നന്നായിട്ട് കേട്ട് മനസ്സിലാക്കാൻ നോക്കുക. അടുത്ത സെഷനിൽ നമുക്ക് തിരിച്ച് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.